ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിക്ടോറിയസിന്റെ VXA വേരിയന്റ് ആണ്. 2026 മോഡലാണ്. വിക്ടോറിയസ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ടൈം ആയിട്ട് 1,00,000 വരെ ഓഫർ മാരുതി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ 1,00,000 വരെ ഓഫർ കിട്ടുന്നത് 2025 മാനുഫാക്ചർ ചെയ്ത വിക്ടോറിയസിനാണ്. അത് ഒരുവിധ എല്ലാ വേരിയന്റുകളും അവൈലബിൾ ആണ്. അപ്പോൾ ആ വാഹനം ഓഫറിന് ശേഷം എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, 2026 മോഡൽ വാഹനങ്ങളുടെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ VXA വേരിയന്റ് ഷോറൂമിൽ നിന്ന് അത്യാവശ്യം ആക്സസറീസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് ആക്സസറീസിന്റെ പ്രൈസ്, അതുപോലെ തന്നെ എന്തെല്ലാം ആക്സസറീസ് ഇതിനകത്ത് നമുക്ക് അഡീഷണലി ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും, അത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിക്ടോറിയസിന്റെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് LXI വേരിയന്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് വേണം, ഒരു ഓട്ടോമാറ്റിക് വേണം, അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് VXA വേരിയന്റ് ആണ്. കാര്യം ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മുടെ VXA വേരിയന്റിൽ തന്നെയാണ്. ഇപ്പോൾ VXA വേരിയന്റിന്റെ മാനുവൽ എടുത്തു കഴിഞ്ഞാലും ടോപ്പിന്റെ ഹൈബ്രിഡ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഈ വേരിയന്റിലെ ഫീച്ചേഴ്സും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പുതിയ വിക്ടോറിയസിലെ വാല്യൂ ഫോർ മണി വേരിയന്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മാനുവൽ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് LXA വേരിയന്റ് കൺസിഡർ ചെയ്യാം. അതെടുത്തിട്ട് ആക്സസറീസ് ചെയ്താൽ മതിയാകും. അതല്ല നിങ്ങളൊരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ മിനിമം ഈ VXA വേരിയന്റെങ്കിലും എടുക്കേണ്ടി വരും. കാര്യം ഓട്ടോമാറ്റിക്കും ഹൈബ്രിഡും സ്റ്റാർട്ട് ചെയ്യുന്നത് VXA വേരിയന്റ് ആണ്. ഇപ്പോൾ LXA ആൻഡ് VXA എക്സ്റ്റീരിയറിലെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ VXA വേരിയന്റിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു കണക്റ്റഡ് DRL പോലെ തോന്നിക്കുന്ന രീതിയിൽ ആ ക്രോം ഇൻസൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ പോർഷൻസിലേക്കൊക്കെ വരുമ്പോൾ ആ DRL പോലെ തോന്നിക്കുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം, അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് പാർക്ക് ലൈറ്റ് കാണാം, അതും ഹാലജനാണ്. ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാർക്ക് ലൈറ്റ് ഒക്കെ LED ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ വേരിയന്റിൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. സെയിം ടോപ്പിൽ വരുന്ന LED ഫോഗ് ലൈറ്റുകൾ ഏകദേശം 7,000 രൂപയുടെ അടുത്താണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ നമുക്ക് സിൽവർ ഫിനിഷിൽ സ്കിൽ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. 210 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ വിക്ടോറിയസ് തന്നെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുക. ശരിക്കും VXA വേരിയന്റിൽ നമുക്ക് അലോയ്സ് വരുന്നില്ല. ഇത് അലോയ്സ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്ന സെയിം അലോയ്സ് തന്നെയാണ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. 215 60R17 ആണ് ടയർ സൈസ്. അപ്പോൾ ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെ ടയർ സൈസ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. മീൻസ് ടയറിന്റെ പ്രൊഫൈൽ സിമിലർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അലോയ്സ് ഷോറൂമിൽ നിന്ന് തന്നെ ആഡ് ചെയ്യാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗി നമ്മളുടെ ഗ്രാൻഡ് വിറ്റാറയിൽ വരുന്ന അലോയ്സ് ആണ്. അതും ഈ വാഹനത്തിൽ സിമിലർ ആയിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആകും. ഈ അലോയ്സിന് കോസ്റ്റ് വരുന്നത് ഏകദേശം 47,000 രൂപയുടെ അടുത്താണ്, ഇൻക്ലൂഡിങ് ഈ ക്യാപ്പ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വിക്ടോറിയസിൽ വരുന്നത്. വശങ്ങളിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. ഈ ഒരു ക്ലാഡിങ് വശങ്ങളിൽ കാണുന്നത് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. 3,000 രൂപയുടെ അടുത്താണ് അതിന് കോസ്റ്റ് വരുന്നത്. ഈ വാഹനത്തിൽ ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് വരുന്ന ഒരു കാര്യം നമ്മുടെ റെയിൻ ഗാർഡാണ്. അതും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. 2,000 രൂപ തൊട്ട് റെയിൻ ഗാർഡ് സ്റ്റാർട്ടിംഗ് ആണ്. മിറേഴ്സിലേക്ക് വന്നാൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വശങ്ങളിൽ നമുക്ക് ഡോർ ഹാൻഡിൽസ് കാണാം. റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. അത് ബേസ് വേരിയന്റ് അവൈലബിൾ ആണ്. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമ്മുടെ ബി പില്ലർ ശരിക്കും ബോഡി കളറിൽ കൊടുത്തിരിക്കുന്നു. സി പില്ലറിലേക്ക് വരുമ്പോൾ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. VXA വേരിയന്റിൽ സൺറൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായിട്ട് നമുക്ക് വിക്ടോറിയസ് ഫീൽ ചെയ്യും. ഈ ഒരു പോർഷൻസിലേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ VXA വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഈ കണക്റ്റഡ് LED ടെയിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഒരു പോർഷനാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോഗറുള്ള ഗ്ലാസ് ബേസ് വേരിയന്റ് തൊട്ടേ കാണാം. ബാക്കിൽ ഒരു സ്പോയിലർ വരുന്നുണ്ട്. അതിന് നടുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വൈപ്പർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ZXA വേരിയന്റ് തൊട്ടിട്ടാണ്. ഇവിടെ നമുക്ക് വിക്ടോറിയസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ക്യാമറ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബേസ് വേരിയന്റ് തൊട്ടേ ആ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ആ സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ് കാണാം. ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റ് ഈ പോർഷനിലായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു റിഫ്ലക്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വിക്ടോറിയസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബൂട്ടാണ്. സെഗ്മെന്റിലെ ബിഗസ്റ്റ് ബൂട്ട് എന്ന് പറയാം.
50 ലിറ്ററിൻ്റെ അടുത്താണ് ഇതിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഈ വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ബോർഡ് കാണാം. ഇതൊരു മാറ്റ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ മാറ്റിന് ഏകദേശം 4000 രൂപ അടുത്താണ് കോസ്റ്റ് വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 60/40 സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട്. സ്പെയർ വീല് എന്തോ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ പഞ്ചർ കിറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ CNG വേരിയന്റ് അവൈലബിൾ ആണ്. CNG ഡ്യുവൽ ടാങ്ക് ആയിട്ട് ബൂട്ടിനകത്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മറ്റേ സ്പെയർ വീല് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് വരുന്നില്ല. ഇവിടെ നമുക്കൊരു ഹുക്ക് കാര്യങ്ങളും അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അതിനകത്ത് റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്, വൈറ്റ്, അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ കാണാം. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ്. ഇവിടെ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. താഴെ സ്പീക്കർ ഗിൽഡ് വരുന്നുണ്ട്. ട്യൂട്ടേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള, അതായത് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ്. അതിനകത്തൊരു ടൈയാരോ ഡിസൈൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇത് മാനുവൽ വേരിയന്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇതിനകത്തൊരു മാറ്റ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് 2800 രൂപയുടെ അടുത്താണ് ഈ ഒരു മാറ്റിന് കോസ്റ്റ് വരുന്നത്. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഫ്യൂവൽ ലിഡും ഹുഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ ഈ വശങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. ZXi വേരിയന്റ് തൊട്ട് നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. VXi വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ LXi VXi ഇന്റീരിയർ എന്ന ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ ഫീച്ചേഴ്സിലാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഇതുവരെ ഒരു വാഹനങ്ങളിലും കാണാത്ത ഒരു പുതിയ സ്റ്റിയറിംഗ് എന്ന് പറയാം. ഫ്ലാറ്റ് ബോട്ടം എന്നുള്ള റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഇതിനകത്തൊരു ഗ്രിപ്പ് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടത് വശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും കാണാം. അതിനകത്തെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തോ ഈ ഒരു ഗ്രിപ്പ് ഇത് എന്താ പറയുക, ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കവർ അത്ര ഭംഗിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശമായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് എന്നതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. മാരുതിയുടെ പല വാഹനങ്ങളും കണ്ടിരിക്കുന്ന സെയിം യൂണിറ്റ് തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ആ സെൻട്രൽ സ്ക്രീനിൽ നിന്ന് തന്നെ കിട്ടും. ആവറേജ് ഫ്യൂവൽ, പിന്നെ ആ സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഇൻഫർമേഷൻ എല്ലാം അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇതിന്റെ VXi ഹൈബ്രിഡ് വേരിയന്റ് തൊട്ട് മുകളിലേക്ക് നമുക്ക് അവിടെ ഒരു 10.25 ഇഞ്ചിന്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കിട്ടുന്നത്. ഒരു സ്ക്രീൻ തന്നെ എന്ന് പറയാം. അത് അത്യാവശ്യം പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ LXi വേരിയന്റ് തൊട്ട് ZXi വേരിയന്റ് വരെ കാണുന്ന സെയിം സ്ക്രീനാണ്. അതായത് 7 ഇഞ്ചിന്റെ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിസ്സിംഗ് ആയിട്ടുള്ളത് ഇതിന്റെ ഒരു പാനൽസ് ആണ്. ഇത് ഭയങ്കര വലിപ്പമുള്ള സൈഡ് പാനൽസും 7 ഇഞ്ചിന്റെ ഒരു സ്ക്രീനും. ഇതിപ്പോൾ ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീനൊക്കെ ഈസിലി ഈ ഒരു പാനലിനകത്ത് കൊടുക്കായിരുന്നു. ഈ പോർഷൻസ് എല്ലാം എന്തായാലും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് AC-യുടെ ഓട്ടോമാറ്റിക് AC-യുടെ കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ആവറേജ് ഫ്യൂവൽ, സ്പീഡ്, എനർജി ഫ്ലോ, TPMS പോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസന്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും കാണാം. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല, ജസ്റ്റ് ഒരു ബേസിക് ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. 4 സ്പീക്കറും മാത്രമാണ് ഈ സിസ്റ്റത്തിൽ വരുന്നത്. വേറെ ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഉള്ളത് നല്ല ബെറ്റർ ആയിട്ട് തന്നെ മാരുതി കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AC വെൻസ് കാണാം. അവിടെയെല്ലാം നമുക്കൊരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഹസാർഡ് ലൈറ്റ്. ഈ ഒരു പോർഷൻസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. താഴേക്ക് വന്ന AC-യുടെ മാനുവൽ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ വോളിയം കൺട്രോൾ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇതാണ് കീ വരുന്നത്. മാരുതിയുടെ തനതായ കീ തന്നെ, മാറ്റമൊന്നുമില്ല. 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട്, USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഗിയർ ലിവർ കാണാം. ഇത്രയും പൈസ കൊടുത്ത് എടുക്കുന്ന ഒരു വാഹനത്തിലെ ഗിയർ ലിവറിന്റെ ടോപ്പ് വശവും ഇപ്പോഴും ബ്ലാക്ക് ഫിനിഷാണ്. അതെങ്കിലും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുക്കാമായിരുന്നു. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറസ്റ്റ് വെച്ച് സോഫ്റ്റ് ടച്ച് ആണ്. അകത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സ്പ്രിംഗ് ഡാറ്റുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവേഴ്സിൽ സൺവൈസസ് വിത്ത് മിററാണ്. ലൈറ്റ് കാര്യങ്ങൾ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സൈഡ് സൺവൈസസ് വിത്ത് മിറർ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീസന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയിൽ പറഞ്ഞ പോകണം ഡെയിലി യൂസിന് ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ മാരുതി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഫാൻസി ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ആണ്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം.
ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ്, ഇവിടെ എല്ലാവരും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഈ വേരിയൻ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടൈപ്പ് C ചാർജിങ് പോർട്ടുകൾ കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് എല്ലാം ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബാക്ക് സ്പേസ് തന്നെയാണ്. ഇപ്പം നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. സീറ്റ് പോക്കറ്റ്സ് വരുന്നുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ്, കാരണം വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് പാർസൽ ട്രേ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ഈ വശത്ത് ഗ്രാബ് ഹാൻഡിൻ്റെ കൂടെ ഹുക്ക് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. വിക്ടോറിയസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൻ കൺട്രോൾ, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, TPMS, സീറ്റ് ബെൽറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വിക്ടോറിയസിന്റെ ഈ VXA വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ബേസ് വേരിയന്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ വിക്ടോറിയസ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് നമ്മളുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 103 HP പവറും 145 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ആ എഞ്ചിൻ ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ ആണെങ്കിൽ ഒരു 14-നും 16-നും ഇടയ്ക്കൊക്കെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. 15 സിമ്പിളായിട്ട് കിട്ടും. പിന്നെ വരുന്നത് അതിൽ തന്നെയുള്ള ഒരു ഹൈബ്രിഡ് ആണ്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാരൊക്കെ കണ്ടിരുന്ന സെയിം ഹൈബ്രിഡ് ആണ്. 116 HP ആണ് പവർ വിത്ത് ഒരു ECVT. അതിനകത്ത് മാനുവൽ ഒന്നും തന്നെ വരുന്നില്ല. അതിന്റെ മൈലേജ് ആണ് ഹൈലൈറ്റ്. 28.07 മാരുതി ക്ലെയിം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ 25 വരെയൊക്കെ എന്താണെങ്കിലും ലഭിക്കും. സെഗ്മെന്റിലെ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് വാഹനവും നമ്മളുടെ വിക്ടോറിയസിന്റെ ആ ഹൈബ്രിഡ് വാഹനങ്ങളാണ്. ഇപ്പൊ നോൺ ഹൈബ്രിഡ് ആണെങ്കിലും അത്യാവശ്യം മൈലേജ് ലഭിക്കും. ഹൈബ്രിഡും നോൺ ഹൈബ്രിഡും തമ്മിൽ ഏകദേശം 3 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനിയും ഈ വാഹനത്തിന്റെ പ്രൈസിലേക്ക് വരാം. പ്രൈസിലേക്ക് വരുമ്പോൾ മാരുതി 1 ലക്ഷം രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഈ ഓഫർ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 50,000 രൂപയാണ്. അത് 2025 മാനുഫാക്ചർ ചെയ്ത വാഹനങ്ങൾക്കാണ്. 26 വാഹനങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ 26 വാഹനങ്ങൾക്ക് അപ്ഗ്രേഡ് ഓഫർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫർ എന്നും പറഞ്ഞ് സ്മാർട്ട് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 40,000 രൂപ വരെ, നമ്മളുടെ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 50,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എടുക്കുന്ന വാഹനം 2025 ആണ് എങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ടും പ്ലസ് ഈ അപ്ഗ്രേഡ് ഓഫറും കൂടി ഉൾപ്പെടെയാണ് 1 ലക്ഷം രൂപ ഓഫർ ലഭിക്കുന്നത്. നമ്മളിപ്പോൾ പറയുന്ന പ്രൈസ് 2026 നിലവിലെ ഓൺ റോഡ് പ്രൈസാണ് എല്ലാ വേരിയന്റുകളുടെയും. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് 25 വാഹനമാണെങ്കിൽ 1 ലക്ഷം രൂപ കുറയും. എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ അതല്ല 26 വാഹനമാണ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ 40,000 രൂപ നോൺ ഹൈബ്രിഡിനും 50,000 രൂപയും കുറയും. ഇപ്പൊ LXI വേരിയന്റ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് 12,55,000 രൂപയാണ് വരുന്നത്. അതിനകത്തുനിന്ന് 25 വാഹനമാണെങ്കിൽ എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ 11,55 ലഭിക്കും. ഇപ്പൊ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, 11,55 അല്ല, 11,65. കാര്യം നോൺ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 40,000 രൂപയാണ് എക്സ്ചേഞ്ച് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന VXI വേരിയന്റ് 14,05,000 രൂപയാണ് VXI മാനുവൽ വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXI ഓട്ടോമാറ്റിക്കിന് 15,90. ഈ വാഹനം 2025 മാനുഫാക്ചർ ചെയ്ത് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് 15 ലക്ഷം രൂപയ്ക്ക് എക്സ്ചേഞ്ചും കൂടി ഉണ്ടെങ്കിൽ ഓൺ റോഡ് ഇറക്കാം. അതൊരു ബെസ്റ്റ് ഓഫറാണ്. പിന്നെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ VXI വേരിയന്റിലാണ്. ഹൈബ്രിഡ് VXI വേരിയന്റിന് നിങ്ങൾക്ക് 19,80,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനിയും വിക്ടോറിയസിലെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെ LXIയും പിന്നെ ZXIയും ആണ്. ZXIയിൽ പോയി കഴിഞ്ഞാൽ ZXI മാനുവലിന് 16,15,000 രൂപ, ZXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 18,30,000 രൂപ, ZXI ഹൈബ്രിഡ് ആണ് എങ്കിൽ 21,50,000 രൂപ. ഇനി ZXI പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ ZXI പ്ലസ് ടോപ്പ് എൻഡ് മാനുവൽ വേരിയന്റിന് നമുക്ക് 18,45,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ZXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20,75,000 രൂപ, ZXI ഹൈബ്രിഡ് ആണ് എങ്കിൽ 23,50,000 രൂപ. അതാണ് ഈ വാഹനങ്ങളുടെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ബേസ് LXI വേരിയന്റ് എന്തുകൊണ്ടും ഒരു വാല്യൂ ഫോർ മണി വാഹനം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വിക്ടോറിയസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും അല്ലെങ്കിൽ മാരുതി വാഹനങ്ങൾ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.